ലവ് ജിഹാദിനകത്ത് പോകുന്ന ഒരു മുസ്ലിം ലവ് ജിഹാദ് നടത്തി ഒരു പെണ്ണിനെ കൊണ്ടുപോകണത്. ഇതുവരെ ഒരു കുടുംബത്തെയാണ് കൊണ്ടുപോകണം. അപ്പൊ എത്ര പോണത്? അതുകൊണ്ട് ഓഫർ 1 ലക്ഷം രൂപ, വീട്, പെങ്ങളെ കെട്ടിക്കാൻ അവന് ജോലി. തന്റെ കണ്ണില് കോലെടുത്ത് കളഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവരുടെ കരട് കാണാൻ. അപ്പൊ ആദ്യം തന്റെ കണ്ണിൽ ഇവിടെ സകലെടുത്തും സകല പള്ളിക്കൂടത്തിന്റെയും കോളേജിന്റെയും കടകളിലെ എല്ലാം ചുറ്റും ഈ വിശുദ്ധയിപ്പം നടക്കുന്നുണ്ട്. ഇത് തടയേണ്ടത് ആരാണ്? സർക്കാർ. ബിഷപ്പിനേക്കാൾ കൂടുതൽ വലിയ വിഷമാണല്ലോ ഇപ്പം ഈ പറഞ്ഞ റോയ് പറഞ്ഞത്. നടത്തിക്കൊണ്ട് സഭയെന്ന് ഭ്രഷ്ടാക്കുക. എന്നാൽ ഇവർ പറഞ്ഞത് ആത്മാർത്ഥമുണ്ട്, അല്ലെങ്കിൽ മാപ്പ് പറയുന്നതിന് അർത്ഥമുണ്ട് എന്ന് പറയാം. അല്ല ചുമ്മാ മാപ്പ് ആർക്കാ വേണം? അടിച്ചിട്ട് എണ്ണയിട്ടിട്ട് എന്നാ കാര്യം? ആർക്ക് വേണം മാപ്പ് പറയാം? വല്ല ഘട്ടമുണ്ടോ? ക്രിസംഖികൾക്ക് ഇതിലും വലിയതൊന്നും ഇനി വരാനില്ല. RSSന് ഹിന്ദുവിന്റെ മുഖംമൂടി അണിഞ്ഞുകൊടുത്ത് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യമുണ്ടാക്കി ഒരു വിഭാഗത്തെ, ന്യൂനപക്ഷമെന്ന മുസ്ലിം വിഭാഗത്തെ അടിച്ചമർത്താം, അടിച്ചോടിക്കാമെന്ന് വിചാരിച്ചാണ് PC ജോർജ് ഉൾപ്പെടെയുള്ള ക്രിസംഖികൾ മുന്നോട്ട് വന്നത്. എന്നാൽ ആകെ പണിപാളിയ മട്ടിലാണ് ഇപ്പോൾ കേരളം. കഴിഞ്ഞ ദിവസമാണ് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഈഴവർക്കും ലവ് ജിഹാദ് ഉണ്ട് എന്ന് ഫാദർ റോയി കണഞ്ചിറ പ്രഖ്യാപിച്ചത്. പക്ഷെ ഈഴവരൊന്ന് കണ്ണുരുട്ടിയപ്പോഴേക്കും അച്ഛനും ക്രിസംഖികളും പേടിച്ച് വിറച്ചുപോയി. കഴിഞ്ഞ 13 ദിവസമായി പാലാ ബിഷപ്പ് നടത്തിയ പ്രസ്താവന വസ്തുതാവിരുദ്ധവും തെറ്റും മതസ്പർദ്ധ വരുത്തുന്ന ഒന്നുമാണെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും മാപ്പ് പറയാനോ തെറ്റ് തിരുത്താനോ പാലാ ബിഷപ്പോ ക്രിസംഖികളോ തയ്യാറായിട്ടില്ല. മുസ്ലിങ്ങൾക്കെതിരെ പാലാ ബിഷപ്പ് നടത്തിയ പ്രസ്താവന ഇത്രമേൽ കത്തിക്കേറിയത് കണ്ടതിന്റെ കൊതിമൂത്താവണം റോയി കല്ലറങ്ങാട്ടച്ചൻ അതേ തോക്കുവെച്ച് ഒരു വെടി ഈഴവർക്ക് നേരെയും ഉതിർത്തേക്കാം എന്ന് കരുതിയത്. പക്ഷെ ഈഴവരുടെ അടുത്ത് അത് വില പോകില്ല എന്ന് അവർ പേടിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാവണം 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് മാപ്പും പറഞ്ഞ് അച്ഛൻ തന്നെ രംഗത്ത് വന്നത്. എന്റെ പ്രസ്താവന മൂലം ഉണ്ടായ വിവാദങ്ങളിൽ നിന്ന് എല്ലാവരും പിന്തിരിയണമെന്ന് ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരോടും ഒരിക്കൽ കൂടി ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് നന്ദി. എന്നാൽ ഇപ്പോഴും പാലാ ബിഷപ്പ് മൗനം പാലിക്കുന്നതിലാണ് അത്ഭുതം. ഈഴവർക്കെതിരെ നടത്തിയ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിച്ച് റോയി അച്ഛൻ മുന്നോട്ട് വന്നെങ്കിലും നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ കട്ട കലിപ്പിൽ തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൽ പാലാ ബിഷപ്പിനേക്കാൾ വലിയ വിഷപ്പാമ്പ് റോയി അച്ഛൻ തന്നെയാണെന്നാണ് ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന. വെള്ളാപ്പള്ളിയുടെ കണക്കനുസരിച്ച് ക്രിസ്തീയ ജനവിഭാഗത്തിൽ നിന്നും ഒരു പെൺകുട്ടി പോകുമ്പോൾ തിരിച്ച് മുസ്ലിം ജനവിഭാഗത്തിൽ നിന്നും 10 പെൺകുട്ടികൾ ക്രിസ്തീയ സഭയിലേക്ക് പോകുന്നുണ്ട് എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അത് വെള്ളാപ്പള്ളിയുടെ കണക്ക്. നിങ്ങൾക്ക് വെള്ളാപ്പള്ളിയോട് പാലാ ബിഷപ്പിനേക്കാൾ കൂടുതൽ വലിയ വിഷമാണല്ലോ ഈ പറഞ്ഞ റോയ് പറഞ്ഞത്. നടത്തിക്കൊണ്ട് സഭയെന്ന് ഭ്രഷ്ടാക്കുക. എന്നാൽ ഇവർ പറഞ്ഞത് ആത്മാർത്ഥമുണ്ട്, അല്ലെങ്കിൽ മാപ്പ് പറയുന്നതിന് അർത്ഥമുണ്ട് എന്ന് പറയാം. അല്ല ചുമ്മാ മാപ്പ് ആർക്കാ വേണം? അടിച്ചിട്ട് എണ്ണയിട്ടിട്ട് എന്നാ കാര്യം? ആർക്ക് വേണം മാപ്പ് പറയാം? വല്ല ഘട്ടമുണ്ടോ? കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തറപറ്റിക്കാൻ വേണ്ടി BJPക്കൊപ്പം ചേർന്ന് കഞ്ഞിയും കറിയും വെച്ച് കളിച്ചവരാണ് തുഷാർ വെള്ളാപ്പള്ളിയും ടീമും. അതുകൊണ്ട് തന്നെ ആദ്യം മുസ്ലിങ്ങൾക്കെതിരെ ജിഹാദി പരാമർശവുമായി വന്നപ്പോൾ ഇവർ അടക്കം ചിരിച്ചിരിക്കണം. എന്നാൽ പിന്നീട് തങ്ങൾക്കെതിരെ ആ അമ്പെയ്യുന്നു എന്ന് തോന്നിയപ്പോഴായിരിക്കണം മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞാലും അവരെ ചവിട്ടി മതിക്കാമെന്ന ആശയം ഉള്ളിൽ അണപൊട്ടിയത്. വെള്ളാപ്പള്ളി നടേശന് മാത്രമല്ല, ഇതുപോലെ പറയുന്ന പ്രസ്താവനകൾക്ക് അടിസ്ഥാനം വേണമെന്ന ആശയവുമായി മുന്നോട്ട് വന്നിരിക്കുന്ന വേറൊരു വ്യക്തി കൂടി കേരളത്തിലുണ്ട്. വി മുരളീധരൻ രംഗത്തെത്തിയിട്ടുള്ളതും ഇതേ പ്രസ്താവനയുമായിട്ടാണ്. ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദിന് പറയുന്ന പ്രസ്താവനയ്ക്ക് യാതൊരു തെളിവും വി മുരളീധരന് ആവശ്യമില്ലായിരുന്നു. എന്നാൽ റോയി അച്ഛന്റെ പ്രസ്താവനയ്ക്ക് കൃത്യമായ തെളിവ് ഹാജരാക്കിയില്ലെങ്കിൽ നാട് കടത്തിക്കളയുമെന്നാണ് വി മുരളീധരന്റെ ഭീഷണി. ആ വാർത്ത വായിച്ചാലേ എനിക്ക് അതിലെന്താ മുഴുവൻ വസ്തുത അദ്ദേഹം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം ബന്ധപ്പെട്ട നിയമ ഇതിന്റെ സംവിധാനത്തിൽ ആണ് കൈമാറേണ്ടത്. കേരളത്തിൽ നടക്കുന്നത് ഒരു പ്രത്യേകതരം പാത്രം നോക്കി വിളമ്പലാണെന്ന് ഇനി ഇതിൽ കൂടുതൽ വ്യക്തമാക്കാനില്ല. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.